പ്രിയമുള്ളവരെ, വചനജ്വാല 1084 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചനവായനയിൽ 1 മക്കബായരുടെ പുസ്തകം 10-ാം അധ്യായം 73 മുതൽ 89 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. കല്ലോ പാറയോ മറ്റ് രക്ഷാമാർഗങ്ങളോ ഇല്ലാത്ത ഒരു സമതല പ്രദേശത്ത് എന്റെ അശ്വസൈന്യത്തെയും വലിയ കാലാൾപ്പടയെയും ചെറുത്തു നിൽക്കാൻ നിനക്കാവില്ല. അപ്പോളോണിയാസിന്റെ ഈ വാക്കുകൾ കേട്ട ജോനാഥൻ ഉത്തേജിതനായി. അവൻ 10,000-ഓളം ആളുകളെ തിരഞ്ഞെടുത്തു ജെറൂസലേമിൽ നിന്ന് പുറപ്പെട്ടു. അവന്റെ സഹോദരൻ ശിമയോനും സഹായത്തിന് എത്തിച്ചേർന്നു. ജോപ്പായുടെ മുൻവശത്ത് അവൻ പാളയമടിച്ചു. അപ്പോളോണിയൂസിന്റെ ഒരു സേനാവിഭാഗം പട്ടണത്തിലുണ്ടായിരുന്നതിനാൽ നഗരവാസികൾ കവാടങ്ങൾ അടച്ചു കളഞ്ഞു. ജോനാഥൻ അവർക്കെതിരെ പൊരുതി. സംഭീതരായ നഗരവാസികൾ കവാടങ്ങൾ തുറന്നുകൊടുത്തു. ജോനാഥൻ അങ്ങനെ ജോപ്പ കൈവശപ്പെടുത്തി. അപ്പോളോണിയൂസ് ഇതറിഞ്ഞപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട 3000 കുതിരപ്പടയാളികളെയും വലിയൊരു കാലാൾപ്പടയെയും ശേഖരിച്ച് അസോത്തൂസ് കടന്ന് പോകാനെന്നവണ്ണം അങ്ങോട്ട് ചെന്നു. അതേസമയം അസംഖ്യമായ തന്റെ അശ്വസൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച് അവൻ സമതലത്തിലേക്ക് മുന്നേറി. അവനെ പിന്തുടർന്ന ജോനാഥൻ അസാത്തൂസിലെത്തി. അവിടെ വെച്ച് സൈന്യങ്ങൾ ഏറ്റുമുട്ടി. എന്നാൽ അപ്പോളോണിയസ് 1000 കുതിരപ്പടയാളികളെ അവർക്ക് പിന്നിൽ ഒളിപ്പിച്ചിരുന്നു. തനിക്ക് പിന്നിൽ ഒരു കെണിയുണ്ടെന്ന് ജോനാഥൻ മനസ്സിലാക്കി. പതിയിരുന്നവർ അവന്റെ സൈന്യത്തെ വളഞ്ഞു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ശരവർഷം നടത്തി. എങ്കിലും ജോനാഥന്റെ ആജ്ഞയനുസരിച്ച് അവർ അചഞ്ചലരായി നിലകൊണ്ടു. ഒടുവിൽ ശത്രു സൈന്യത്തിന്റെ കുതിരകൾ തളർന്നു. തത്സമയം ശിമയോൻ സൈന്യവുമായി മുന്നോട്ട് വന്ന് കാലാൾപ്പടയെ ആക്രമിച്ചു. അശ്വസൈന്യം തളർന്നിരുന്നു. അവൻ അവരെ നിശേഷം തോൽപ്പിച്ചോടിച്ചു. സമതലത്തിൽ ചിതറിയോടിയ അശ്വസൈന്യം അസൂത്തോസിലേക്ക് ഓടി അവരുടെ വിശാല വിഗ്രഹാലയമായ ബത്സഗാനിൽ അഭയം പ്രാപിച്ചു. ജോനാഥൻ അസോത്തോസും ചുറ്റുമുള്ള നഗരങ്ങളും അഗ്നിക്കിരയാക്കി. അവരെ കൊള്ളയടിച്ചു. ദഗോണിന്റെ ക്ഷേത്രത്തെയും അതിൽ അഭയം തേടിയിരുന്നവരെയും ചുട്ടരിച്ചു. വാളിനിരയായവരും തീയിൽ വെന്തുമരിച്ചവരും കൂടി ഏകദേശം 8000 പേർ വരും. ജോനാഥൻ അവിടെ നിന്ന് പുറപ്പെട്ട് അസ്കലോണിവരെതിരെ പാളയമടിച്ചു. നഗരവാസികൾ പുറത്തുവന്ന് അവനെ രാജോചിതമായി സ്വീകരിച്ചു. കൈയടക്കിയ സമ്പാദ്യങ്ങളുമായി ജോനാഥനും കൂട്ടരും ജെറൂസലേമിലേക്ക് മടങ്ങി. ഇതറിഞ്ഞപ്പോൾ അലക്സാണ്ടർ രാജാവ് ജോനാഥനെ പൂർവാധികം ബഹുമാനിച്ചു. രാജകുടുംബാംഗങ്ങൾക്കു മാത്രം നൽകാറുള്ള സ്വർണക്കൊളുത്ത് രാജാവ് അവനെ അയച്ചു കൊടുത്തു. കൂടാതെ എക്രോണും പരിസര പ്രദേശങ്ങളും അവന് വിട്ടുകൊടുത്തു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ ജോൺ യൂട്സിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെയും
ഭക്തിയുടെ പ്രചാരകനും 2 സന്യാസ സഭകളുടെ സ്ഥാപകനുമായ ജോൺ യൂട്സ് നുമിൻഡയിൽറി എന്ന സ്ഥലത്ത് ഒരു കർഷകന്റെ മകനായി ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ സ്നേഹം, ക്ഷമ, ഭക്തി എന്നിവയിൽ വളർന്നു. പഠനശേഷം മാതാപിതാക്കൾ വിവാഹത്തിന് നിർബന്ധിച്ചെങ്കിലും 24-ാം വയസ്സിൽ പുരോഹിതനായി. പ്ലേഗ് രോഗബാധയിൽ ത്യാഗപൂർവം ശുശ്രൂഷ ചെയ്തു. ഇടവകകളിൽ ധ്യാനപ്രസംഗമായിരുന്നു പിന്നീട്. വൈദികരുടെ ജീവിത പരിഷ്കരണത്തിന് സെമിനാരികൾ സ്ഥാപിക്കാൻ അനുവാദമില്ലാത്തതിനാൽ ഈശോയുടെയും മറിയത്തിന്റെയും സഭ സ്ഥാപിച്ച് കുറെ സെമിനാരികൾ സ്ഥാപിച്ചു. എന്നാൽ എതിർപ്പ് മൂലം പലതിനും അംഗീകാരം ലഭിച്ചില്ല. പിന്നീട് വേശ്യകൾക്ക് വേണ്ടിയുള്ള ഒരു അഭയകേന്ദ്രം സ്ഥാപിച്ചു. പല എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഗുഡ് ഷെപ്പേർഡ് എന്ന പേരിൽ ഒരു സന്യാസ സഭയും സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള വിശുദ്ധ ജോൺ യൂട്സ് 79-ാം വയസ്സിൽ സഹന പൂർണമായ ജീവിതം കർത്താവിനെ സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മള് വിശുദ്ധ ജോൺ യൂട്സിന്റെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു.